ഞാൻ ഈ പടത്തിന്റെ ഈ ട്രെയിലർ കണ്ടപ്പോഴേ ഗുളികൻ ഗുളികൻ എന്നൊരു സംഭവം കേട്ടു. നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് പ്രേതം, ഭൂതം, പിശാച്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികൻ എന്നുള്ള വാക്ക് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മൾ ഈ കവടി നിരത്തി രാശി വെക്കുമ്പോൾ ഗുളികൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ വേറെ ഒന്നല്ല. ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചുമ്മാ പേടിപ്പിക്കാൻ പണ്ടുണ്ടാക്കിയാണ് പ്രേതം, ഭൂതം, യക്ഷി എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇല്ല, റിയാലിറ്റി ഇല്ല. പിന്നെ എന്നാലും അതൊക്കെ പേടിപ്പിക്കുന്ന അന്നത്തെ കാലത്ത് സിനിമകളിലൊക്കെ ഉണ്ട്. ഈ ഗുളികൻ എന്നുള്ളത് ഉള്ളതാണ്, തെയ്യം നമ്മുടെ മിത്തിലുള്ളതാണ്. ഇപ്പം മലബാർ, കാസർഗോഡ് ആ ഭാഗങ്ങളിലൊക്കെ ഗുളികനുണ്ട്, ഗുളികൻ തെയ്യമുണ്ട്. കള്ളത്തിനല്ല, ഗുളികൻ തെയ്യമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പ്രേത തെയ്യം, യക്ഷി തെയ്യമോ കണ്ടിട്ടുണ്ട്? ഗുളികൻ ഉള്ളതാണ്. അപ്പം ഗുളികൻ്റെ ഒരു തെയ്യമാണ് സംഭവം. ഇത് തെയ്യത്തിന് അതിനകത്തൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഈ മനയിലെ കാര്യങ്ങളിലും ദേവനന്ദയെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഗുളികനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്, ഒരു ദൈവമാണോ അല്ലെങ്കിൽ ആള് നെഗറ്റീവ് ഒന്നും അല്ല, വളരെ പോസിറ്റീവാണ്. നെഗറ്റീവായിട്ട് ആൾക്കാരത്ത് നെഗറ്റീവായിട്ട് പുള്ളി ചെയ്യും. ശരിക്കും മിത്തിലുണ്ട്, പിന്നെ ഈ തെയ്യമുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ. അതാണ് വിശ്വസിക്കുന്നുണ്ടോ ഈ പ്രേതം, ഭൂതം, അങ്ങനത്തെ സംഭവം? വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ. ഞാൻ പറട്ടെ, ഇപ്പൊ കുട്ടിക്കാലത്ത് അപ്പൂപ്പനും അമ്മയൊക്കെ ഒന്നും പറഞ്ഞ കഥകളുണ്ട്. രാത്രിയാകുമ്പോൾ ഇങ്ങനെ യക്ഷി വരും, ചുണ്ണാമ്പ് വയ്ക്കും, പിറ്റേന്ന് രാവിലെ 12 മുമ്പ് നിന്റെ മുടിയും അസ്ഥിയും കാണുള്ളൂ എല്ലാം കൂടി. ഇങ്ങനെ പേടിപ്പിച്ച് അന്ന് തൊട്ടേ എൻ്റെ മനസ്സിലൊരു ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് പേടിയില്ലെന്ന്, ഒരു കാട്ടിൽ ആരുമില്ലാത്ത ഒരു ഹോണ്ടഡ് ഹൗസ്, അവിടെ എന്തോ 3-4 ദുർഭരണങ്ങൾ നടന്നിട്ടുണ്ട്. നല്ല എയർ കണ്ടീഷൻ റൂം, അവിടെ ഒറ്റയ്ക്ക് താമസിക്കുക. അതാണ് പേടി. എനിക്ക് പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പേടിയാണ്. ഒരു ലിഫ്റ്റ് കയറുന്നു, ലിഫ്റ്റ് സ്റ്റക്കായാൽ ഞാൻ വല്ലാതെ പേടിക്കും. ക്ലോസ്ട്രോഫോബിയ ഉണ്ട് എനിക്ക്, ഞാൻ വേർക്കും, എനിക്ക് ടെൻഷനാണ്, ഇടുങ്ങിയും മുറി. ചില ഹോട്ടലൊക്കെ ചെന്ന് അകത്ത് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ടോയ്ലറ്റ് തുറക്കാൻ പറ്റില്ല, നമുക്ക് വെളിയിൽ തുറക്കാൻ പറ്റില്ല. നമ്മൾ അപ്പോൾ പേടിച്ചു നമ്മൾ. അപ്പോൾ അത് പേടി ഒരു വലിയ സംഭവമാണ്. മാർക്ക് പറയുമ്പോൾ പേടിയാണ്, വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും അടിക്കും, അത് വേറെ തരം പേടി. രാത്രി ഇരുട്ടത്ത് നമ്മൾ നടന്നു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പോകണം, ഓട്ടോ കിട്ടിയില്ല, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല, അല്ലെങ്കിൽ കാറ് കിട്ടിയില്ല, നടന്നു പോകുന്നു. ഒരു ഒത്തിരി തിക്നെസ്സുള്ള ഫോറസ്റ്റ് ഏരിയ കൂടെ നടന്നു. പെട്ടെന്ന് ഒരു രൂപം നിങ്ങളുടെ മുമ്പിൽ, അത് യക്ഷിയോ പ്രേതോ ഭൂതോ അല്ലെങ്കിൽ ഒരു കരടിയോ ഒക്കെ ആവും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് വേഷം മാറ്റി എന്ന് ചാടി നമ്മൾ പേടിക്കത്തില്ല. മനുഷ്യരിലുള്ളതാണ് ആ ഒരു ഇൻസിഡന്റ്. അതുകൊണ്ടാണോ നമുക്ക് ശരിക്കും രാജേട്ടൻ ഒരു ഹൊറർ മൂവിയിൽ അങ്ങനെ? അതുകൊണ്ടല്ല, അങ്ങനെയല്ല. ഞാൻ എൻ്റെ അടുത്ത് മനു വേറൊരു കഥയാണ് പറഞ്ഞത്. അതൊരു ബഡ്ജറ്റ് ഇവിടുന്ന് വലിയ പടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സിനിമയ്ക്ക് പോയി, മാളികപ്പുറം കാണാൻ പോയി. ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ്, ഈ കുട്ടിയെ ഹീറോ ആയിട്ട്, അങ്ങനെയാണ് പറഞ്ഞു, ഹീറോ എന്നല്ല, ഈ കുട്ടിയെ മെയിൻ റോൾ ഹീറോ ആയിട്ടൊരു സബ്ജക്റ്റ് എടുത്താൽ ഭയങ്കര ഹിറ്റായിരിക്കും. പണ്ട് ഞാൻ ഇതുപോലെ മഞ്ജു വാര്യരെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് പെർഫോമൻസൊക്കെ. അപ്പോൾ ഞാൻ ടി കെ രാജീവ് കൊണ്ട് തന്നു, ആ കുട്ടി ഹീറോ ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റ് വന്നാൽ അപ്പോഴാണ് ഹിറ്റായി. ഇപ്പോൾ ഞാൻ 2 ദിവസം പറഞ്ഞൊരു റിവെഞ്ച് സബ്ജക്റ്റ് ഉണ്ട്, കുട്ടനാടോട്ട് ഒരു റിവെഞ്ചിന് വേണ്ടി എത്തുന്ന പെണ്ണ്, അതാണ് കണ്ണെഴുതി പൊട്ടുന്നുണ്ട്, അത് മഞ്ജു വാര്യർ. ഇപ്പോൾ എനിക്ക് ദേവനന്ദയുടെ പേര് വരും. ദേവനന്ദ ഇല്ലായിരുന്നു, ഞാൻ മാളികപ്പുറം കണ്ടില്ലെങ്കിൽ ഈ പടം ഉണ്ടാവില്ല. അതാണ് എൻ്റെ തമിഴിൽ നിന്ന് ഇതിൻ്റെ തമിഴ് തെലുങ്ക് ഡബ്ബിങ്ങിനൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ലക്ഷ്മി കടാക്ഷമുള്ള കുഴന്തെ, ഇത് പെരുത പെണ്ണാകുമ്പോൾ ശ്രീദേവി മാതിരി ആയിടുന്നു.